ടേസ്റ്റുള്ള ഒരു ജാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കിയ ചാമ്പിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 1.5 കിലോയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു കുറച്ച് ഭാഗം എടുത്ത് ജാറിലിട്ടിട്ട് അതിൻ്റെ പകുതി പഞ്ചസാരയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അതിന് അരിച്ചെടുക്കണം. അരിപ്പയിലേക്ക് മാറ്റി അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ചാമ്പിയും കൂടി നമ്മളതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് അടിക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, കാരണം നമുക്കിത് വെള്ളം കൂടുതൽ ചേർത്താൽ വെള്ളം കൂടുതൽ നേരം അടുപ്പിൽ വെച്ച് വറ്റിക്കേണ്ടി വരും. കുറച്ച് വെള്ളം മാത്രം ചേർക്കുക, അരയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം. നമുക്കിനി ഇന്ന് വറ്റി വരേണ്ടതുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ വറ്റണം. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കി വറ്റിക്കണം. ആദ്യം നല്ല ഫ്ലെയിം വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇതിനകത്ത് 2 ഗ്രാമ്പു 3 ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. 3 ഇട്ടിട്ടുള്ളൂ. അത് നമ്മൾ ഭരണിയിൽ നിറയ്ക്കുന്നതിന് മുമ്പ് അത് എടുത്ത് മാറ്റണം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത് ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ നീരാണ്. ഇത് അല്ല ഏത് വിരുന്നുകാർ വന്നാലും നമുക്ക് നല്ല ധൈര്യമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയ ജാമാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ജാം ഇഷ്ടമാണ്. നമ്മളൊരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം കേട്ടോ, കാരണം പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് പുറത്ത് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേടാവാൻ സാധ്യതയുണ്ടെന്നത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളതിൻ്റെ കമൻറ്റ് പറയണം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചാമ്പങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ വീണ്ടും തയ്യാറാക്കാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.